തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി അധികം സമയം ബാക്കിയില്ല. അടുത്ത മാസം തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് മതേതര കേരളം ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയം UDFിൻ്റെ മതമൗലികവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി, SDPI ഈ രണ്ട് സംഘടനകളുമായി ചേർന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരസ്യമായ ധാരണയില്ലെന്ന് പറയുമ്പോൾ പോലും രഹസ്യമായ ധാരണ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ കുറേ കാലമായിട്ട് 2019 മുതൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി UDFിനൊപ്പമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും നമുക്കൊരു നിഷ്കളങ്ക സംഘടനയായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. ഇപ്പം PD സതീശൻ വലിയ മതേതരവാദിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അദ്ദേഹം എപ്പോഴും ഫാസിസത്തിനെതിരെയും ഹിന്ദുത്വത്തിനെതിരെയൊക്കെ പരാമർശിക്കാറും പ്രസംഗിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ അദ്ദേഹം വെള്ളപൂശി. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ പഴയ വീര്യമൊന്നുമില്ല. അവർ വളരെ നല്ല പിള്ളകളായി മാറി. അവരിപ്പോൾ മതരാഷ്ട്രവാദമൊന്നും ഉന്നയിക്കുന്നില്ല എന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതായത് സതീശൻ്റെ ഒരു ക്ലീൻ ചിറ്റ് കിട്ടി ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നുള്ളത്. അതുവഴി ജമാഅത്തെ ഇസ്ലാമി ഒരു അവിഭാജ്യ ഘടകമാണ് ഇപ്പോൾ UDFിൻ്റേതെന്നുള്ളത് മനസ്സിലാക്കാനും എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന സംഘടന ഇപ്പോഴും മൗലാന മൗദൂദി എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റിനെ തന്നെയാണ് പിന്തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയവുമാണ് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ മൗലാന മൗദൂദി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്വപ്നം കണ്ട വ്യക്തിയാണ്. ഹുക്കുമത്തെ ഇലാഹി, അതായത് മതരാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം, ഖുർആൻ അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടനയുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് മൗദൂദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും എഴുത്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പോൾ ഈ ഹുക്കുമത്തെ ഇലാഹി സ്വപ്നം കാണുന്ന മൗലാന മൗദൂദിയെ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി പിന്തുടരുന്നത്. അവരൊരിക്കലും മൗദൂദിയെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് നമുക്ക് പറയാൻ സാധിക്കാം. ശുദ്ധ അസംബന്ധമായ കാര്യം തന്നെയാണ് ഈ VD സതീശൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത്. കാരണം വോട്ട് നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ മതമൗലികവാദ സംഘടനകൾ, അതിപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ വെൽഫെയർ പാർട്ടി, അതുകൂടാതെ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ SDPI, ഈ രണ്ട് സംഘടനകളുമായി ചേർന്ന് മത്സരിച്ചാൽ മാത്രമേ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ UDFിന് സാധിക്കുകയുള്ളൂ. അത് അവർക്ക് വ്യക്തം തന്നെയാണ്. കാരണം മുസ്ലിം ലീഗിനെ പോലും ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ UDF സംവിധാനത്തിൽ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ ഈ ഇരവാദം ഒക്കെ പറഞ്ഞ് ഒരു വലിയ സ്വാധീനം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങൾ എത്രയുണ്ടോ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവരുടെ സ്വാധീനം. അപ്പോൾ മാധ്യമം, പത്രം, അതുകൂടാതെ മീഡിയ വണൊക്കെ എത്ര മികച്ച രീതിയിലാണ് കേരളത്തിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സംഘടനകളെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത കാലത്തോളം ഈ UDFിനെ എങ്ങനെ ഇവിടുത്തെ മതേതര വിശ്വാസികൾ വിശ്വസിക്കുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ഒരു എഫക്റ്റ് ഉണ്ടാകും. അത് UDF സംവിധാനത്തിൽ തന്നെ പല ആളുകൾക്കും ഭയമുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗക്കാർക്കിടയിൽ ഒരു ഭയമുണ്ട്. കാരണം ഇത്തരം സംഘടനകളുടെ സ്വാധീനമുള്ള ഒരു UDF സർക്കാർ വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അതായത് ജമാഅത്തെ ഇസ്ലാമി ഒരു ഭാഗത്ത്, അതുകൂടാതെ SDPI ഒരു ഭാഗത്ത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സ്വാധീനം കൂടിയുള്ള ഒരു UDF സർക്കാർ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ ജനവിഭാഗക്കാരും ഹിന്ദു ജനവിഭാഗക്കാരൊക്കെ ആശങ്കയിലാകും. കാരണം അത് ഒരു മതേതര സർക്കാർ ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒന്നാമത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മത പാർട്ടി, അതായത് ഒരു മുസ്ലിം പാർട്ടി ആ ഒരു സംവിധാനത്തിലുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇത്തരം സംഘടനകൾ കൂടി, അതായത് തീവ്ര നിലപാടുകളിൽ ഇത്തരം സംഘടനകൾ കൂടി വരുന്നത്.